നമ്മുടെ നാട്ടിൽ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ ആണ് പൊതുവായിട്ട് പറയപ്പെടുന്നത്. ഇത് നമുക്ക് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. പിന്നെ ഏറ്റവും കുറഞ്ഞ പരിചരണമേ ആവശ്യമുള്ളൂ. അത് നമുക്കൊരു മണ്ണിൽ വെക്കാം, വെള്ളത്തിൽ വെക്കാം. അതുപോലെ പ്രത്യേകിച്ചൊരു മീഡിയ അങ്ങനെ ഒക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോൾ ചകിരിച്ചോറിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ല ചെടിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു വെള്ളം നനയ്ക്കാനൊക്കെ വിട്ടു പോയി കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ഉണങ്ങിപ്പോവില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത്. ഞാൻ സാധാരണ ഇങ്ങനെ വളരെ ഏറ്റവും എളുപ്പത്തിലുള്ള ഇത് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കൂടുതൽ ഞാൻ ഈ എൻ്റെ ഇതിലൊക്കെ വെക്കാറ്. പിന്നെ ഇതിൽ ഈ വേസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സിമെൻറ്റ് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് അതിൽ സ്വാഭാവികമായിട്ട് പിടിക്കുന്ന മോസൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വെച്ച് പിടിച്ചോന്നല്ല കേട്ടോ. അതെല്ലാം അതിൽ സ്വാഭാവികമായിട്ട് വന്ന് ഉണ്ടായിട്ടുള്ള ഓരോ പ്ലാന്റുകളാണ് ട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ചട്ടീനൊക്കെ അപേക്ഷിച്ചിട്ട് ഒരു പ്രത്യേക ഭംഗി അതിന് വരുന്നത് അതുകൊണ്ടാണ്. അത് അതിൻ്റെ മേലെ ഇതിൽ വന്നിട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ ഇതിന് നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ള ഈ കട്ടിങ് എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഈ ഇല ഇങ്ങനെ എത്ര വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിലോ വെള്ളത്തിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വേര് വരും. അപ്പോൾ ഞാനൊരു പോട്ടിൽ അത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആർക്കും ചെയ്ത് നോക്കാവുന്ന വളരെ എളുപ്പമുള്ള ഒരു ചെടിയാണിത്. ഇത് ഞാൻ മുന്നേ ഇതുപോലെ ഒരു കട്ടിങ് വെച്ചിട്ടുള്ളതാണ്. അതിപ്പോൾ വളരെ തിക്കായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ.